റോട്ടയർ ചെന്ന് നിന്നിടത്ത് നിന്ന് നേരെ കയറിയത് ഗ്ലേഷ്യർ ടണലിലേക്കാണ്. നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ, പുറത്തുള്ളതിനേക്കാളും ഒരുപാടധികം തണുപ്പാണ് അതിൻ്റെ അകത്ത്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന തറയായതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മളിവിടെ നടക്കാനായിട്ട്. നല്ല വഴുക്കലുള്ള സ്പേസാണ്. ഇതിലിപ്പോൾ എന്തത്ര അത്ഭുതം, ഒരു സാധാരണ ടണലല്ലേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇതിൻ്റെ ഈ പ്രത്യേകതകൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു ഞെട്ടൽ ഉണ്ടാവുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 1.5 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പമുള്ളൊരു ഐസ് കട്ടയുടെ ഏറെക്കുറെ നടുക്കായിട്ടാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളൊരു 3D സ്പേസിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു അത്ഭുതം മനസ്സിലാവും. അപ്പോഴാണ് ഈ കേവ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് മാറുക. ഇതൊന്നും മാത്രമല്ല, ഈ കാണുന്ന ഈ ചുമരുകളൊക്കെ ഉണ്ടല്ലോ, ഈ ഐസ് ചുമരുകളൊക്കെ, ഇതിന് ഏതാണ്ട് 5000 വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ട് എന്നത് ഒരു ഞെട്ടിപ്പിക്കുന്ന ഫാക്റ്റാണ്.